അങ്ങനെ നമ്മുടെ സുധീഷ് ഹരീഷിനോട് ആ ഗുണ്ടേനെ കൊണ്ട് ഉള്ളിലേക്ക് വരാൻ പറയുന്നുണ്ട്. ആ ഗുണ്ടേനെ കൊണ്ട് നമ്മുടെ ഹരീഷ് ഉള്ളിലേക്ക് കയറി വരുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ സുഭാഷേട്ടൻ നേരെ ചെന്നിട്ട് രാജീവിനോട് പറയുന്നുണ്ട്, നിങ്ങളെ വിശ്വസിച്ചിട്ടല്ല ഞാൻ ഇവരെ രണ്ടാളെയും പറഞ്ഞയച്ച്. നിങ്ങളൊരു വലിയ മനുഷ്യൻ അവിടെ വന്നിട്ട് താഴ്ന്ന് പറഞ്ഞപ്പോൾ ഞാൻ എല്ലാം നിങ്ങളുടെ മനസ്സ് മാറിയെന്ന് വിചാരിച്ചു. പക്ഷേ നിങ്ങൾ ഇത്രമാത്രം പിന്നെ ഇങ്ങനെ ദുഷ്ടത്തരം വിചാരിച്ചിട്ടായിരിക്കണമെന്ന് ഞാൻ വിചാരിച്ചില്ല. എന്തിനാ ഇങ്ങനെ ഞങ്ങളുടെ കുട്ടികളോട് ചെയ്തതെന്നൊക്കെ പറഞ്ഞ് സുഭാഷേട്ടൻ നല്ല താഴ്ന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് നിധി പറയുന്നുണ്ട്, എന്താ സുഭാഷേട്ടൻ പറയണേ, എനിക്കൊന്നും മനസ്സിലാവണില്ല പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ നികേഷ് കയറി പറയുന്നുണ്ട്, ഏടത്തിൻ്റെ അച്ഛനാണ് ഇതിൻ്റെയൊക്കെ പിന്നിൽ. ഏടത്തിൻ്റെ അച്ഛനാണ് നമ്മുടെ സുധീഷേട്ടനെ കൊണ്ടുപോയിട്ട് അവിടെ പൂട്ടി വെച്ചിരുന്നതെന്നൊക്കെ പറയുന്നത്. ഇതൊക്കെ നിധി കേൾക്കുമ്പോൾ നിധിക്ക് ആകെ വിശ്വസിക്കാൻ പറ്റാതെ നിൽക്കുന്നുണ്ട്. എന്താ പറയണതെന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛനോട് ചോദിക്കുന്നുണ്ട്, എന്താ അച്ഛാ അതൊക്കെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ സുധീഷ് പറയുന്നുണ്ട്, ആ നിധി ഞാൻ പറഞ്ഞു തരാം എല്ലാം എന്ന് പറഞ്ഞിട്ട് എല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആ ഗുണ്ടകളുടെ കാര്യമൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഞാൻ ആ കാറ് വന്ന് എൻ്റെ അനിയന്മാരുടെ വണ്ടിയിൽ വന്ന് പെട്ടുകൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടെ നിന്ന് സംസാരിക്കണം, അല്ലെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് നിൽക്കുന്നുണ്ടാവില്ല, ഇനി ഇവർ എന്നോ കൊന്നിട്ടുണ്ടാവും എന്നൊക്കെ പറയുന്നത്. ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ നിധിക്കാണെങ്കിൽ വല്ലാത്ത വിഷമം വരുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ രാജീവൻ അരുണിനോട് പറയുന്നുണ്ട്, നീ ഇവിടെ കൂട്ടിയിട്ട് മേലേക്ക് പോയി, ഞാൻ ഇവരെ കൈകാര്യം ചെയ്തോളാം എന്ന് പറയുന്നത്. അരുണാണെങ്കിൽ കാലിൽ ഒന്നുമില്ലാത്ത മട്ടിൽ നടന്ന് വരുന്നുണ്ട്. നിധിക്കാണെങ്കിൽ ഇതൊക്കെ കേൾക്കുമ്പോൾ, അപ്പോൾ നിങ്ങൾ ഇത്ര ദിവസം അഭിനയിച്ചിരുന്നതല്ലേ നിങ്ങളുടെ കാലുകൊണ്ട് വെയ്യാന്ന് പറഞ്ഞിട്ട് ഒക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ സുധീഷ് പറയുന്നുണ്ട്, നിന്നെ എന്നെ അകറ്റാൻ വേണ്ടിയിട്ട് ഒരാഴ്ചയുടെ ഉള്ളിൽ നമ്മളെ രണ്ടാളെ അകറ്റും എന്നൊക്കെ പറഞ്ഞിട്ടാണ് എൻ്റെ അച്ഛനെ വിളിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ പറയുന്നുണ്ട്. നീ ഞാൻ ഇവിടെ നിനക്ക് വേണ്ടിയിട്ട് എത്രമാത്രം കഷ്ടപ്പെട്ടറിയോ, നീ നിൻ്റെ അച്ഛൻ്റെ കൂടെ സന്തോഷമായിട്ട് ഇരുന്നോട്ടെ വിചാരിച്ചിട്ട് മാത്രമാണ് എന്നെ ഇവർ എത്രമാത്രം അഭിമാനിച്ചു അറിയോ, എന്നെ നിലത്തിരുത്തി അങ്ങനെയൊക്കെ എല്ലാം സംഭവിച്ചതൊക്കെ നമ്മുടെ സുധീഷ് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ നിധിക്ക് കേൾക്കുമ്പോൾ വല്ലാത്ത വിഷമമുണ്ട്. നിധി ആകെ സങ്കടപ്പെട്ട് നിൽക്കുന്നുണ്ട്. നിധിയോട് മെല്ലെ അരുണ് പോയി പിടിക്കുന്ന സമയത്ത് അരുണിനോട് തട്ടി മാറ്റിയിട്ട് പറയുന്നുണ്ട്, നിങ്ങളെ ഞാൻ ഒരിക്കലും ഇനി വിശ്വസിക്കില്ല, നിങ്ങൾ ഞാൻ കുറച്ച് ദിവസം കൂടി ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ എന്നെയും കൂടി നിങ്ങൾ കൊന്നിട്ടുണ്ടാവും. ആ സമയത്ത് നമ്മുടെ രാജീവൻ നിധി എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നുണ്ട്. ഞാൻ നിങ്ങൾ ഒരിക്കലും വിശ്വസിക്കില്ല, 23 വർഷങ്ങൾ എന്നെ വളർത്തി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, എനിക്ക് ഇവിടെ നിൽക്കണേക്കാട്ടിലും എന്തുകൊണ്ട് സന്തോഷം എനിക്ക് അവിടെ നിൽക്കണതാണെന്ന് പറഞ്ഞിട്ട് അവൾ വേഗം മേലെ പോയിട്ട് അവളുടെ തുണിയും ബാഗൊക്കെ എടുത്തിട്ട് വന്നിട്ട് താഴത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട്. ഇറങ്ങി വരുന്ന സമയത്ത് നമ്മുടെ സുധീഷും എല്ലാവരും കൂടി കൈ പിടിച്ച് ഇറങ്ങുന്ന സമയത്ത് നമ്മുടെ നികേഷ് പറയുന്നുണ്ട്, എഴുത്തിയുടെ അച്ഛനെ വെറുതെ വിടരുത്, നമ്മുടെ കയ്യിൽ ഇപ്പോൾ തെളിവുണ്ടല്ലോ, അതുകൊണ്ട് എഴുത്തിൻ്റെ അച്ഛനെ പോലീസ് സ്റ്റേഷനിൽ കയറ്റാന്നൊക്കെ പറയുന്നത്. ആ സമയത്ത് നമ്മുടെ സുഭാഷേട്ടൻ പോയി പറയുന്നുണ്ട്, വേണ്ട ഒന്നും വേണ്ട, ഇവർക്കുള്ള ശിക്ഷ ഇവരെന്നെ അനുഭവിച്ചോളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങിപ്പോണ്ട്. എല്ലാവരും ഇറങ്ങിപ്പോണ സമയത്ത് നമ്മുടെ സുധീഷ് പകുതി എത്തുമ്പോൾ നമ്മുടെ സുധീഷ് പറയുന്നത്, ഞാൻ ഇപ്പോൾ വരാം, ഒരു മിനിറ്റ് എനിക്കൊരു കാര്യം ചെയ്ത് തീർക്കാണ്ടെന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ സുഭാഷേട്ടൻ ചോദിക്കുന്നുണ്ട്, എന്താടാ നീ വീണ്ടും അവിടെ പോയി പ്രശ്നം ഉണ്ടാക്കാൻ പോയി, ഇല്ല ഇപ്പോൾ എനിക്കൊരു കടം തീർക്കാണ്ടെന്ന് പറഞ്ഞിട്ട് പോയിട്ട് നമ്മുടെ അരുണിൻ്റെ ചെറിയിട്ട് നന്നായിട്ട് കൊടുക്കുന്നുണ്ട്. രാജീവൻ വന്ന് തടയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ രാജീവനോട് പറയുന്നുണ്ട്, നിങ്ങളുടെ വയസ്സായില്ലേ വിചാരിച്ചിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്കും കിട്ടും എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും അരുണിന് നന്നായിട്ടിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് രാജീവനോട് പറയുന്നുണ്ട്, നിങ്ങൾ എന്നെ എത്ര ദിവസമായിട്ട് ദ്രോഹിച്ചില്ലേ, അതുകൊണ്ട് നിങ്ങളെന്നെ തട്ടിക്കൊണ്ടുപോയ ഗുണ്ടകളുടെ വണ്ടി കൊണ്ട് ഞാൻ പോവാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ വന്ന് നിങ്ങളെ ഡ്രൈവർ വെച്ചിട്ട് വണ്ടി എടുത്ത് പോകുന്നോളൂ എന്ന് പറയുന്നുണ്ട്. എന്തായാലും എന്നിട്ട് നമ്മൾ സുധീഷ് പറയുന്നുണ്ട്, ഏട്ടാ നമ്മളൊക്കെ എല്ലാവർക്കും ഈ വണ്ടിയിൽ പോവാം, അയാൾ വേണമെങ്കിൽ അവിടെ വന്നിട്ട് ഡ്രൈവറെ വെച്ചിട്ട് വണ്ടി എടുത്ത് പോകുന്നോട്ടെ പറയുന്നുണ്ട്. ആ സമയത്ത് നിധി പറയുന്നുണ്ട്, ആ സുധീഷ് പറയണതാണ് ശരിയെന്ന് പറയുന്നത്. എന്തായാലും നമ്മൾ സുധീഷിനോട് ഇത്രയും നമ്മുടെ നിധിക്ക് സ്നേഹം വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കുന്നത്. ഇതുപോലെ പ്രൊമോ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിലെത്താൻ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.